സ്റ്റുഡൻസിന് വേറൊരു എൻക്വയറി ആണ്. BSc കെമിസ്ട്രി എവിടെയൊക്കെ പഠിക്കാം? BSc കെമിസ്ട്രി പഠിക്കാനായിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ട്. അതിൽ ദേശീയ തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജെയുടെ മെയിൻ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IITകളിൽ നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് IIScയിൽ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഐസറിലും പഠിക്കാൻ പറ്റും. ഇതൊക്കെ വലിയ സ്ഥാപനങ്ങളാണ്. 100% പ്ലേസ്ഡ് ആയിരിക്കും കുട്ടികളൊക്കെ. അതിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുള്ള 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് ധാരാളം ഈ പറഞ്ഞ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. CUT എക്സാം ആണ് അതിന് ക്ലിയർ ചെയ്യേണ്ടത്. അത് എക്സാം ക്ലിയർ ചെയ്ത് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. കേരളത്തിലും ഈ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ല, കെമിസ്ട്രി പോലത്തെ കോഴ്സുകളൊക്കെ ചെയ്യുമ്പം അത് ഒരു സ്ഥാപനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസും വളരെ മുഖ്യമാണ് നമുക്ക് ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് നാഷണൽ ലെവലായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിൽ ഇതിന്റെ സ്ഥാപനങ്ങളുണ്ട്. ഇനി ഈ കോഴ്സിൽ പഠിച്ച കുട്ടികൾക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ ആ രംഗത്തേക്ക് മാറാനും ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ ധാരാളം. എനിക്ക് തോന്നുന്നു ഫുഡ് ഇൻഡസ്ട്രിയും പറ്റും. ഫുഡ് ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസിംഗിലേക്കൊക്കെ അവർക്ക് ഓപ്ഷൻസ്. അതെ. കെമിക്കൽ എഞ്ചിനീയറിംഗ് നമ്മളുടെ 5 റെഗുലർ സ്ട്രീംസ് വിട്ടിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് എവിടെയൊക്കെ നമുക്ക് പഠിക്കാം? ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്? വളരെ വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അധികം യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നില്ല. അപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രധാനമായിട്ട് 4 സ്ട്രീമുകൾ മാത്രമേ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏകദേശം 10-12 സ്ട്രീമുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കെമിക്കൽ എഞ്ചിനീയറിംഗ് അത്ര പോപ്പുലർ അല്ല. എനിക്ക് കേരളത്തിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇങ്ങനെ കൊല്ലത്തോ മറ്റുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ കോഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇൻ കേസ് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് മാസ്റ്റേഴ്സ് തലത്തിൽ നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ പോലെ MTech കെമിസ്ട്രി എടുത്താലും നമുക്ക് മതിയാവും. പക്ഷേ ഈ പറഞ്ഞ കോഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പഠിക്കാം. നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ പെയിന്റ് ഇൻഡസ്ട്രിയിൽ, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ, പെട്രോകെമിക്കൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു കോഴ്സാണ്. ധൈര്യമായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാവുന്നതാണ്. ഫാർമസ്യൂട്ടിക്കലിലും എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫാർമസ്യൂട്ടിക്കലും കെമിക്കൽ ഈസ് എവറിത്തിങ് എന്നല്ലേ പറയുന്നത്. അപ്പൊ എല്ലാം കെമിക്കൽ ആയിട്ടുള്ളത് തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ വിൽ ബി ബ്രൈറ്റ് ഫോർ ഷുവർ. ഈ JB എഡ്യൂക്കേഷന്റെ സെമിനാറുകളിൽ ഉയരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡാറ്റ സയൻസ്? ഡാറ്റ സയൻസ് സിമ്പിൾ ആണ്. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പണ്ട് നമ്മൾ പെന്നും പേപ്പറും ചെയ്തിരുന്ന സംഭവങ്ങൾ ഇപ്പോൾ അത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ഇതിന്റെ 3ന്റെയും കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 3ന്റെ കോമ്പിനേഷൻ ആണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മറ്റ് പല കോഴ്സിന്റെ ഉപരിയായിട്ട് ഈ കോഴ്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം ഇതിൽ ആക്ച്വൽ ഡാറ്റകളും അതിനെ കമ്പയർ ചെയ്യുന്നതും ഒരു മാനേജ്മെന്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. കോടിക്കണക്കിന് ഡാറ്റകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കിട്ടുന്ന ഇൻഫർമേഷൻസ് ധാരാളമാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓർക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. അത്രമാത്രം ഡാറ്റകൾ വരുന്നുണ്ട്. ഒരു ബിസിനസിനെ സംബന്ധിച്ചോളം ആ ബിസിനസ്സിലേക്ക് ഇത്രമാത്രം ഡാറ്റകൾ വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റകളിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കമ്പനിക്ക് ആവശ്യമുള്ളത് ഇത് ഫിൽട്ടർ ചെയ്യുന്ന ഒരു ജോലിയാണ് ഡാറ്റ ഈ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അടുത്ത കാലത്തേക്കുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കോഴ്സാണ്. ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. യുവർ കരിയർ ഈസ് സെറ്റ്. അടുത്തൊരു 10 ഇയേഴ്സേക്കുള്ള ഒരു ഹോട്ട് കോഴ്സ് ആണെന്ന് പറയാം. യെസ് ഷുവർ. നമ്മളുടെ കേരളത്തിലെ കോളേജസ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കാണാം NAC അക്രഡിറ്റേഷൻ. അത് ചിലപ്പോൾ A ആവാം, A++ ആവാം, A++ ആവാം. അതുപോലെ തന്നെ കാണുന്നതാണ് NIRF അക്രഡിറ്റേഷൻ. ഇതെന്താണെന്ന് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് ബേസിക്കലി നമ്മളുടെ ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻസ് ആണ്. NAC അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, അതുപോലെ NBA അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ NIRF അത് റാങ്കിങ് ആണ് വരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 100 ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മിക്കവാറും ഒരു 15ഓളം സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വരുന്നത് കേരളത്തിൽ വരുന്നതാണ്. അപ്പം ഇതിന്റെ നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റാങ്കിങ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ NBA സ്കോറാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ ആണെങ്കിൽ NAC++ സംഭവമാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിന്റെ റാങ്കിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് നല്ല കോളേജാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾ പറഞ്ഞു, അങ്കിള് പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രണ്ട് പറഞ്ഞു നല്ല കോളേജാന്ന് പറഞ്ഞു എന്ന് പറയുന്നതിനും കൂടുതലായിട്ട് ഈ കോളേജുകളിലെ സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണ് നോക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. കോളേജ് ചൂസ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അത് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന എന്ത് സ്ട്രീമാണോ, എന്ത് സബ്ജക്റ്റ് ആണോ, ആ സബ്ജക്ട് എത്ര കാലമായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നതും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം. കാരണം കോളേജിന് മൊത്തത്തിൽ നല്ല റാങ്ക് ഉണ്ടായിരിക്കും, കോളേജിന് മൊത്തത്തിൽ നല്ല NBFC റേറ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷമാണെങ്കിലോ
അപ്പൊ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. കേരളത്തിൽ ഏകദേശം നല്ല പ്രോമിനൻസ് ആയിട്ട് കാണുന്ന സെന്റ് തെരേസസ് എറണാകുളത്തുള്ളത്, അതുപോലെ SH തേവര. തേവര, അത് നല്ലൊരു കോളേജാണ്. തൃശ്ശൂരുള്ള സെന്റ് തോമസ് നല്ലതാണ്. കോഴിക്കോടുള്ള എനിക്ക് തോന്നുന്നു ദേവഗിരി കോളേജ് നല്ലതാണ്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ്, ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ്, ഇതൊക്കെ വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ്. പിന്നെ എനിക്കുണ്ടെങ്കിൽ ഒരു തൃശ്ശൂർ തന്നെയുള്ള ഒരു പ്രജ്യോതി നികേതൻ എന്ന് പറയുന്ന സംഭവങ്ങൾ പുതുക്കാടുള്ളത്, അത് വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ് നിൽക്കുന്നതാണ്. കോട്ടയത്തുള്ള CMS ഇതൊക്കെ നല്ല സ്ഥാപനങ്ങളാണ്. ഒരു പറയുന്ന പ്രൈവറ്റ് തലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഗവൺമെന്റ് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ മഹാരാജാസ്, അതിന് നല്ല ഇതുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ്, ഇങ്ങനത്തെ കോളേജുകളിലും നമുക്ക് ഈ പറയുന്ന ഒരു നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ജോലി സാധ്യതകൾ, പ്ലേസ്മെന്റുകൾ നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ നോക്കരുത്. അത് ബേസിക്കലി പ്രൈവറ്റ് കോളേജുകളായിരിക്കും പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളിലുള്ള കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എഡ്യൂക്കേഷൻ 2 തരത്തിലാവാം. ഒന്നെങ്കിൽ റെഗുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, രണ്ടാമത്തതാണ് ഡിസ്റ്റൻസ് ഓർ ഓൺലൈൻ എഡ്യൂക്കേഷൻ. യെസ്. സോ വാട്ട് ഡു യു സേ അബൌട്ട് ദിസ്? ഡിസ്റ്റൻസും ഓൺലൈനും ഏകദേശം ഒരേപോലെ കാര്യങ്ങൾ തന്നെയാണ്. ലൈക്ക് എസ്പെഷ്യലി അത് ഡിസൈൻ ചെയ്യുന്ന സമയത്തെങ്കിൽ ഓൺലി വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള ഒരു മെത്തഡായിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാലത്ത് പല കുട്ടികളും റെഗുലർ ആയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കുറെ സ്ഥലങ്ങളിലൊക്കെ കുറെ കോഴ്സുകളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ അക്രഡിറ്റേഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിലെ MG യൂണിവേഴ്സിറ്റി അവരൊരു ഓൺലൈൻ ഈ പറഞ്ഞ BComന്റെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഇഗ്നോ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അതിന്റെ സിലബസും വളരെ നല്ല സിലബസ് ആണ്. അവർക്ക് ഇങ്ങനെ വീക്കിലി എല്ലാ ദിവസവും ഒരു ക്ലാസ്സും അവർ നടത്തുന്നുണ്ട്. കുറച്ചും കൂടി കേരളത്തിന്റെ സിറ്റുവേഷൻ വെച്ചാൽ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി അവര് നല്ല സിലബസ് ആണ്. വളരെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വളരെ ചെറിയ കോസ്റ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഈ സിക്കിം മണിപ്പാൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയും നല്ല റേറ്റിൽ കൊടുക്കുന്നുണ്ട്. സിലബസ് അത്ര ടഫ് അല്ല. അവരിങ്ങനെ വീക്കിലി അവരും ഓരോ ക്ലാസ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പാസ്സാവാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഇൻ കേസ് അവർക്ക് അതിനുള്ള സാഹചര്യമില്ല, അവർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഏജിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ അവർ വീടിന്റെ അടുത്ത് അതിനുള്ള സാഹചര്യമുള്ള കോളേജുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ യെസ് അവർക്ക് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നോക്കാവുന്നതാണ്. അതിൽ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഭാരതിയാർ, പോണ്ടിച്ചേരി, അണ്ണാമലൈ പോലത്തെ യൂണിവേഴ്സിറ്റികൾ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ റാങ്കിങ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജ് തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, അതിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, കരിയർ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാനായിട്ട് എന്ത് കോഴ്സാണ്, എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? നമുക്ക് ബേസിക്കലി ഈ പറയുന്ന ഫോറസ്ട്രി എന്ന് പറഞ്ഞെങ്കിൽ റേഞ്ച് ഓഫീസർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഒബിയസ്ലി ഒരു കാർഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. മുന്നേ കാലങ്ങളിലൊക്കെ ഒരു പക്ഷേ ഈ ഫീമെയിൽ ഗേൾ സ്റ്റുഡൻസിന് അത്ര പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു പഠനശാഖയായിരുന്നില്ല. ഇപ്പൊ പക്ഷേ കുട്ടികളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്, അവർക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് അവർക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇന്ത്യൻ സർവീസിൽ ഈ പറഞ്ഞാൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, അതിൽ അവർക്ക് വലിയ ഉദ്യോഗങ്ങൾ കിട്ടാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. ജനറൽ സ്പീക്കിംഗ് ഒരു ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷനൊക്കെ ആയിട്ട് അവർക്ക് നല്ല ജോലികൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ഇതോടൊക്കെ താല്പര്യമുള്ള ഒരു പാഷനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ പറയുന്ന ഫോറസ്റ്റിലുള്ള ബാച്ചിലേഴ്സ്. ഡിഗ്രിക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് ഏതൊക്കെയാണ് കേരളത്തിൽ നല്ലത്? കേരളത്തിൽ ധാരാളം കോളേജുകളുണ്ട്. ആർട്സ് ആൻഡ് സയൻസിൽ ധാരാളം കോളേജുകളുണ്ട്. ഈ പറഞ്ഞ പോലെ SH തേവരയുണ്ട്, അതേപോലെ തന്നെ സെന്റ് തെരേസസ് വരുന്നുണ്ട്, എറണാകുളത്ത് തന്നെ വരുന്നത്. CMS കോട്ടയം വരുന്നുണ്ട്. തൃശ്ശൂരാണെങ്കിൽ സെന്റ് തോമസ് വരുന്നുണ്ട്. സെന്റ് ജോസഫ്സ് ഇരിഞ്ഞാലക്കുട വരുന്നുണ്ട്. ക്രൈസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് വരുന്നുണ്ട്, അതും ഇരിഞ്ഞാലക്കുട തന്നെയാണ് വരുന്നത്. രാജഗിരി വരുന്നുണ്ട്. അതുപോലെ തന്നെ ദേവഗിരി കോഴിക്കോട് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ല പേരുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്ന വേറൊരു പ്രോഗ്രാമാണ് ഫോറൻസിക് സയൻസ്. എന്താണ് ഫോറൻസിക് സയൻസ്? ഫോറൻസിക് സയൻസ് ലൈക്ക് നമ്മൾ സിനിമയൊക്കെ ഫേമസ് ആയതിനു ശേഷമാണ് ആ കോഴ്സ് അത്രയും പോപ്പുലർ ആയിട്ടുള്ളത്. ഫോറൻസിക് സയൻസ് ഈ പറയുന്ന നമ്മളുടെ ഇന്ത്യയിലത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലും അവിടെ അവരുടെ മിനിസ്ട്രിയിൽ വേക്കൻസിയിൽ വരുന്ന സമയത്ത് അവര് ഫോറൻസിക് ഗ്രാജുവേറ്റ്സിനെ മാത്രമല്ല അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്,
എനി ഗ്രാജുവേറ്റ്സിന് സയൻസ് ഗ്രാജുവേറ്റ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോറൻസിക് പഠിച്ചതുകൊണ്ട് നമുക്ക് ഗവൺമെന്റിൽ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിന് നമുക്കൊരു പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. മറ്റുള്ള ഏത് സയൻസ് ഗ്രാജുവേഷനും പോലെ തന്നെയാണ് ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലും ഫോറൻസിക്കിനെ കാണുന്നുള്ളത് കൊണ്ട് തന്നെ ഫോറൻസിക്കിൽ പഠിച്ച കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് ജോലി കിട്ടാനായിട്ട് ഒരു ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇവർക്ക് മറ്റുള്ള സയൻസ് മേഖലകളിൽ അവർക്ക് ജോലി കിട്ടാൻ പ്രയാസമായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫോറൻസിക് പഠിക്കാൻ നല്ലൊരു കോഴ്സാണ്, എന്നല്ലാതെ അതിന് ഒരു ജോലി സാധ്യതകൾ ഗവൺമെന്റ് തലത്തിൽ വളരെ കുറവാണ് ഫോറൻസിക് ആയതുകൊണ്ട് മാത്രം. പിന്നെ പ്രൈവറ്റ് തലത്തിൽ നമ്മുടെ ഇന്ത്യയിലൊന്നും അത് അത്രമാത്രം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അപ്പോൾ അവിടെയും ജോലി സാഹചര്യങ്ങൾ കുറവാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കരിയർ മേഖലയാണ് ഫോറൻസിക്. ഇപ്പം നമ്മുടെ സയൻസ് മേഖല വിട്ടിട്ട് ഇപ്പം ധാരാളം അക്കൗണ്ടിങ്ങിലൊക്കെ ഫോറൻസിക്കിന്റെ റെലവൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ശാഖയൊക്കെ വളർന്ന് വലുതാവുമ്പോഴേക്കും ഒരു 10-20 വർഷം കഴിയും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കോഴ്സിന് പോകുന്നതുകൊണ്ട് അത്ര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ല ഞാൻ കാണുന്നത്. സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ പാരന്റ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ ഇന്ത്യയിൽ പഠിക്കണോ അതോ വിദേശത്ത് പഠിക്കണോ? സിമ്പിൾ സൊല്യൂഷൻ ആണ്. ആക്ച്വലി ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കോളേജസിൽ നേരത്തെ സൂചിപ്പിച്ച IIT പോലത്തെ സ്ഥാപനങ്ങളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇന്ത്യയാണ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇന്ത്യ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അബ്രോഡ് ചിന്തിക്കണം. അബ്രോഡ് ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റുഡന്റ്, നമ്മളുടെ കാൻഡിഡേറ്റ്, നമ്മളുടെ കുട്ടി എന്ന് പറയുന്നത് മെച്യൂർഡ് ഇനഫ് ആണോ, ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ടോ, ഇത്രയും കാലം വീട്ടിൽ നിന്നിട്ട് സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾക്ക് എത്രമാത്രം കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചെങ്കിൽ ഫീസിന്റെ കാര്യങ്ങളാണ്. ഈ പറയുന്ന വിദേശത്തും ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജുകളുണ്ട്, ഗവൺമെന്റ് കോളേജുകളുണ്ട്. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ വിദേശത്ത് ഗവൺമെന്റ് കോളേജിൽ പോകാൻ വെച്ചെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാം, ചിലപ്പോൾ 1-2 ലക്ഷം കൊടുത്ത് പഠിക്കാം. അങ്ങനത്തെ കോഴ്സുകൾ വിടാം. ഇനി അതല്ല, വിദേശത്ത് പോകുന്ന കോളേജുകളും പ്രൈവറ്റ് കോളേജുകളാണ് 10-20 ലക്ഷം രൂപ മേടിക്കുന്ന കോളേജുകളാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വിടാതിരിക്കുക. ഗവൺമെന്റ് കോളേജുകൾ ഇന്ത്യയിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഗവൺമെന്റ് കോളേജ് വിദേശത്താണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സിമ്പിൾ ആണ്.